ഇതാണ് പ്രശ്നം. അതെന്താ, അവർക്ക് അത് മാത്രമാണോ കൈവിട്ടത്? അല്ല, ഒരിക്കലുമല്ല. നവർ ഒരിക്കലുമല്ല. പക്ഷേ അയാളുടെ തോട്ട് പ്രോസസ് അങ്ങനെ ഉണ്ടായി. ഇതാണ് പ്രോബ്ലം. ഇതിമ പണിയെടുക്കണം. എവിടെ പണിയെടുക്കണം? നമ്മൾ വേറെ പോലെ മേലൊക്കെ പല പണി നോക്കും, പോലെ നന്നാക്കണം എന്നൊക്കെ. പക്ഷേ ഞാൻ നന്നാവണം എന്ന് ആരും ഇന്നവരെ എന്ത് ചെയ്തിട്ടില്ല, ചിന്തിച്ചു. ഞങ്ങൾ ആരെയും ചിന്തിച്ചോ? വെരി ഗുഡ്. ചിന്തിച്ചവർക്ക് വെരി ഗുഡ്. നമ്മൾ സാധാരണ ചിന്തിക്കൽ വളരെ കുറവാണ്. ഞാൻ നന്നാവും, എനിക്കാണ് കുഴപ്പം എന്നാരും ചിന്തിക്കരുത്. വളരെ കുറച്ച് ആളുകളെ ചിന്തിക്കും. ആരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഓൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചോക്കണ്ടേ? ഓർക്ക് നന്നായിട്ട് ചിരിക്കാൻ കഴിയും, നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും, നന്നായിട്ട് എല്ലാ കാര്യത്തിലും പങ്കെടുക്കാൻ കഴിയും. ഓരോ എല്ലാവർക്കും ഇഷ്ടമൊക്കെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് സാർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു അട്രാക്ഷൻ ഉണ്ടാവും നമ്മൾ. അതാണ് ഏറ്റവും മികച്ചത്. ഞാനൊരു മികച്ച ടീച്ചറാണ്, മികച്ച അധ്യാപികയാണ്, മികച്ച ഡോക്ടറാണ്, മികച്ച എഞ്ചിനീയറാണ്, മികച്ച ഭാര്യയാണ്, മികച്ച ഭർത്താവാണ്, മികച്ച ഉമ്മയാണ്, മികച്ച ഉപ്പയാണ്, മികച്ച മാനേജറാണ്, മികച്ച ട്രെയിനറാണ്, മികച്ച എംപ്ലോയിയാണ്. എൻ്റെ സ്ഥാപനത്തിലെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു മികച്ച എംപ്ലോയിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനാണ് പണി. ഇതിന് മാത്രമേ പണിയുള്ളൂ. വേറെ പണി എന്ത് മറ്റത് ഇങ്ങനെ പൊയ്ക്കോളും, കുഴപ്പമില്ല. ഇതുണ്ടാവുമ്പോൾ വേറൊരു ഗുണം എന്താ പറയുക, നമ്മൾ ഭയങ്കര ഉയരത്തിലാണ് അല്ലേ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പൊ നിങ്ങളെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയാം. എൻവിയോൺമെന്റ്, നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയതിന് ശേഷം നമ്മൾ എന്ത് മാറ്റി? ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ബിലീഫ്സ്, സ്കിൽസ് ഡെവലപ്പ് ചെയ്തു, ഐഡന്റിറ്റി കിട്ടി, ദെൻ ബിയർ പർപ്പസ് അല്ലേ. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറുകയാണ്. ഈ സ്റ്റെപ്പ് കയറുന്നത് ഈ സൈഡിൽ കൂടെ അങ്ങനെ കയറുന്നു, ഇതിൽ കൂടെ അങ്ങനെ കയറി പോയി. അപ്പോൾ ഇതൊക്കെ കയറുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നമ്മളെടുത്തുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് പോയി നമ്മളെ പർപ്പസിലെത്തിയിട്ട് ഉയരത്തിലെത്തിയിട്ട് നമ്മൾ ഈ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോഴുള്ള അവസ്ഥ എന്താ? ഇവിടെ ഇങ്ങനെ നോക്കുക. ഐഡന്റിറ്റി എന്താണ്? നല്ല ഐഡന്റിറ്റിയാണ്. എനിക്കെന്താണ്? നല്ല ഐഡന്റിറ്റിയാണ്. ഓട്ടോമാറ്റിക്കലി എന്താണ് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് സ്കില്ലുണ്ട്. എനിക്ക് എന്താണ് എൻ്റെ ബിലീഫ്സ് ഒക്കെ പോസിറ്റീവ് ബിലീഫ്സ് ആയി, എല്ലാം നല്ല തോട്ട്സ് ആയി മാറി. അടുത്ത് നോക്കുമ്പോൾ എന്താണ് എൻ്റെ ബിഹേവിയർ, എൻ്റെ സ്വഭാവം എന്താ? ഞാൻ പറയല്ല, എല്ലാവരും പറയുന്നു എൻ്റെ സ്വഭാവം എന്താണ്. യെസ്, അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ലേ വലിയ ആൾക്കാർ ഓരോ എന്ത് ചെയ്തിട്ടുണ്ടാവും, അയാൾക്ക് ഭയങ്കര സ്വഭാവമാണ് അല്ലേ, എന്താ ഉയരത്തിൽ നിന്നിട്ടാണ് അയാൾ ആ റേഞ്ചിൽ നിന്നിട്ടാണ് അയാൾ പെരുമാറുന്നത്. ഇതാണ് സാധനം. ഇത് കഴിഞ്ഞാലോ ആറ്റിറ്റ്യൂഡ് എന്താ? ഫുൾ പോസിറ്റീവ്. ആ നിലയിലുള്ള ഒരാളുടെ എൻവയോൺമെന്റ് എന്താ? അത് അതിലേറെ വലിയ വിശാലമായി. ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. നിങ്ങളിത് ഉദാഹരണമായിട്ട് ശ്രദ്ധിച്ചു നോക്കേ. നമ്മൾ ഒരു മല കയറാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി പോയി മുകളിൽ. ഉദാഹരണമായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പഴനി കണ്ട ആൾക്കാർ, പഴനി പോയ ആൾക്കാരല്ലോ? പഴനി ഓക്കെ, പഴനി കണ്ടോ? യെസ്, വെരി ഗുഡ്. പഴനി പുറത്തുനിന്ന് കണ്ടിട്ടോ? മേലേക്ക് കയറാതെ പുറത്തുനിന്ന് കണ്ടിട്ടോ? പഴനി അമ്പലം കണ്ടില്ലേ? സ്റ്റെപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കയറാത്തത്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ അപ്പോൾ കയറി ചെന്നിട്ട് ഇപ്പം എന്താ കാണാനുള്ളത് അല്ലേ? നമുക്കുള്ളതൊന്നല്ല അല്ല. അതിൽ പാഠങ്ങൾ പഠിക്കണം. ഞാൻ കയറിക്കണം. നമ്മൾ പാഠങ്ങൾ എന്ന് കയറിയതാണ്. ഞാൻ കയറിയത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കയറിയതാണ്. അത് സ്കൂളിൽ പോയപ്പോൾ, കോളേജിൽ നിന്ന് പോയപ്പോൾ കയറിയതാണ്. പക്ഷേ അതിന് ഞാനൊരു പാഠം അന്ന് പഠിച്ചു വെച്ചു. എന്താ പഴനിക്ക് ഇപ്പോൾ പോണ്ട. ഹലോ പഴനിക്ക് ഇപ്പോൾ പോണ്ട, നമുക്ക് പിന്നെ പോകാം. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി നമ്മൾ കുറച്ചെത്തുമ്പോൾ ഒരു റെസ്റ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാവും, കുറച്ച് സ്ഥലം. എന്തിനാണ്? ഒന്ന് ക്ഷീണം മാറ്റാൻ. ആ ക്ഷീണം മാറിയിട്ട് അതിലേറെ കുറച്ചും കൂടി പവർ എടുത്തിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് കയറാൻ. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇങ്ങനെ നമ്മൾ അറിയാതെ കയറി പോയി
പോകുന്ന സമയത്ത് പഴനി അമ്പലത്തിൻ്റെ പഴനി ആ ഏരിയ മുഴുവനായിട്ട് നമ്മൾ കണ്ടാൽ ഡേർട്ടി ഏരിയയാണ്. മിക്കവാറും സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഡേർട്ടിയാണ്. അവിടെയുള്ള എന്താ പറയുക പഞ്ചവടി പായസം എന്തായാലും പറയാ അല്ലേ, പഞ്ചാമൃതം. അത് ഈ പഴം കെട്ടിട്ടുണ്ടാക്കണം. അത് ഉണ്ടാക്കണ നമ്മൾ കഴിക്കൂല, അത്രയും വൃത്തികെട്ട രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അവിടെ അതേപോലെ തന്നെ അവിടെ ഈ അന്നദാനം കൊടുക്കുന്ന ഭക്ഷണമൊക്കെ പൊതിയുന്ന സ്ഥലമൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുമൊക്കെ അവിടെ പല ഡർട്ടി സ്മെല്ലൊക്കെയുള്ള നായക്കും പല ഇതുള്ള സ്ഥലമാണ്. പക്ഷേ മുകളിൽ കയറി നമ്മൾ മുകളിലെത്തിയിട്ട് പഴനി ആ ഏറ്റവും മുകളിലെത്തിയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ വാവ് ഭയങ്കര ഫീലൊക്കെ. എന്താ കാരണം നമ്മൾ ഉയരത്തിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഈ കുഞ്ഞു പ്രശ്നങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, കാണൂല. കാരണം എന്താ, നമ്മൾ ഉയരത്തിലാണ്. മനസ്സിലായോ? ഇതാണ് സാധനം. ഇത്രയുള്ളൂ. ഇത്ര ചിന്തിച്ചാൽ മതി നിങ്ങൾ. നമ്മൾ ഉയരത്തിലെത്തുമ്പോൾ താഴെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്താണ്, ചെറുത്. വെരി സിമ്പിൾ. താഴെ നിന്നുകൊണ്ടിട്ട് ഇങ്ങനെ മാന്താൻ നിന്നല്ലോ വീണ്ടും ചളി ഇങ്ങനെ അടിച്ചുകൊണ്ടേ. ഇത് മാറലാണ് ഓരോ മനുഷ്യൻ്റെയും ഈ ലോകത്തിലെ ഏറ്റവും വലിയ കടം. ഇത് മാറുമ്പോൾ ബാക്കിയുള്ള ഗുണങ്ങളൊക്കെ ഇയാളുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ എക്സ്പ്ലോർ ചെയ്തു വരും. ഓട്ടോമാറ്റിക്കാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആ ഗുണങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. ഇത് ഇപ്പൊ ചളി മൂടി കിടക്കുകയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തോണ്ടല്ല, ആരും അതിന് കുറ്റക്കാരല്ല. നമ്മളെ ഉള്ളിൽ ഇതില്ല ഒരാൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, ഇല്ലാത്തോണ്ടല്ല. പക്ഷെ അതിൻ്റെ മുകളിൽ പല കാരണങ്ങളെ കൊണ്ട് നമ്മളെ മേലെ വന്ന് മൂടിയ ചളി നമ്മൾ മാറ്റിയില്ല. എന്തൊക്കെ കാരണങ്ങളെ കൊണ്ടാണ് വന്നത്? നമ്മളോട് അരുത് പറഞ്ഞു, ചെയ്യരുത് പറഞ്ഞു. അത് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആക്കരം. അത് ചെയ്ത് അതൊന്ന് പിന്നെന്താ ഈ ഒന്നും ഇപ്പോൾ ചെയ്തിട്ടൊന്നും ആകാൻ പോണില്ല. ഇങ്ങനെ നമ്മളെ പല ഘട്ടങ്ങളിൽ നമ്മളെ മേലെ ഇങ്ങനെ ചളി. പിന്നെന്താ, കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ, കുട്ടികളായില്ലേ, ഇനിയിപ്പോൾ എന്താ അല്ലേ, ഇനി എന്താ, ഒന്നുമില്ല. എന്തെങ്കിലും സാധനം വാങ്ങണേ 10 രൂപ തരുമോ ചോദിക്കണം. 100 രൂപ തന്നു, അടുത്ത ആഴ്ച എന്തെങ്കിലും അവസരം ചോദിച്ചാൽ അതും കഴിഞ്ഞോ, അടുത്ത ചോദ്യം കേൾക്കണം.